മരണം ഏതുവഴിയാണ് നമ്മളെ തേടിയെത്തുക എന്ന് ഒരിക്കലും പ്രവചിക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെയാണ് മരണത്തെ രംഗബോധമില്ലാത്ത കോമാളി എന്ന് വിശേഷിപ്പിക്കുന്നത്. ആകസ്മികമായ മരണങ്ങൾ നമ്മളെ ഏറെ വേദനിപ്പിക്കുന്ന ഒന്നുതന്നെയാണ്. അത്തരത്തിൽ കഴിഞ്ഞ ദിവസം പുറത്തുവന്ന ഒരു യുവാവിന്റെ മരണവാർത്ത നടുക്കുന്നതാണ്. കടുത്ത പനിയുമായി മകനെ ആശുപത്രിയിൽ കാണിക്കാനെത്തിയ അമ്മയ്ക്ക് സംഭവിച്ച ചെറിയൊരു അശ്രദ്ധ 19-കാരന്റെ ജീവനെടുത്തുവെന്ന ഞെട്ടിക്കുന്ന വാർത്തയായിരുന്നു അത്. തനിക്ക് കരുതലാകേണ്ട മകൻ തന്റെ കൈകൾ കൊണ്ട് തന്നെ ഇല്ലാതായതോടെ ആ അമ്മ എന്ത് ചെയ്യണമെന്നറിയാതെ നിലവിളിച്ച് കരയുകയാണ്. ഒരു പാരസെറ്റമോൾ കുടിക്കാനായി മകന് നൽകിയ വെള്ളം മാറിയതാണ് നിമിഷ നേരം കൊണ്ട് ജീവൻ നഷ്ടപ്പെടാൻ കാരണമായത്. ഹൈദരാബാദിലെ ഒരു സ്വകാര്യ കോളേജിൽ ഇന്റർമീഡിയറ്റ് 2ാം വർഷ വിദ്യാർത്ഥിയായിരുന്നു 19-കാരനായ ഗണേഷ്. കഴിഞ്ഞ 2 ദിവസമായി പനി ബാധിച്ചതിനാൽ നാട്ടിലേക്ക് പോന്നതായിരുന്നു. എന്നാൽ പനി മാറാതെ വന്നതോടെയാണ് അടുത്തുള്ള സ്വകാര്യ ആശുപത്രിയിലേക്ക് ഗണേഷിനെ അമ്മ കൊണ്ടുപോകുന്നത്. യുവാവിനെ പരിശോധിച്ച ഡോക്ടർ ഒരു പാരസെറ്റമോൾ അവിടെ വെച്ച് തന്നെ നൽകാൻ നിർദ്ദേശിക്കുകയായിരുന്നു. മകന് ഗുളിക നൽകുന്നതിനായി വെള്ളത്തിനായി അമ്മ സമീപത്ത് നോക്കിയെങ്കിലും അവിടെയുള്ള വാട്ടർ ഡിസ്പെൻസറിൽ വെള്ളമുണ്ടായിരുന്നില്ല. തുടർന്ന് തൊട്ടടുത്ത ലാബിന് സമീപത്തായി ഒരു ക്യാൻ വെള്ളമിരിക്കുന്നതായി അവർ കണ്ടു. ഇത് ഒരു ഗ്ലാസ്സിലേക്ക് എടുത്ത ശേഷം അവർ മകന് ഗുളികയോടൊപ്പം കുടിക്കാനായി കൊടുക്കുകയായിരുന്നു. ഗണേഷ് ഗുളികയോടൊപ്പം ആദ്യം വെള്ളം കുടിക്കുകയും പിന്നീട് രണ്ടാമതും വായിലേക്ക് വെള്ളമൊഴിച്ചതോടുകൂടി കടുത്ത അസ്വസ്ഥത അനുഭവപ്പെടുകയും ഉടൻ തന്നെ പുറത്തുപോയി വെള്ളം തുപ്പിക്കളയുകയുമായിരുന്നു. തൊട്ടുപിന്നാലെ തന്നെ യുവാവ് അവിടെ കുഴഞ്ഞു വീണ് മരണപ്പെടുകയും ചെയ്തു. കുടിവെള്ളമാണെന്ന് കരുതി അമ്മ മകന് നൽകിയത് ഫോർമാലിൻ എന്ന രാസവസ്തുവാണ്. ഇതാണ് മരണത്തിനിടയാക്കിയത്. രാസവസ്തു അലക്ഷ്യമായി ലാബിന് പുറത്തുവച്ചതാണ് ഇങ്ങനെയൊരു അപകടം വരുത്തിവെച്ചത്. ഈ രാസവസ്തു മനുഷ്യ ശരീരത്തിനുള്ളിലേക്ക് എത്തിയാൽ ആന്തരികാവയവങ്ങളെ അതിവേഗം നശിപ്പിക്കുകയും കോശങ്ങളിലെ പ്രോട്ടീനുകളെ കട്ടപിടിപ്പിക്കുകയും തുടർന്ന് ഇത് ആന്തരിക രക്തസ്രാവത്തിനും ശ്വാസതടസ്സത്തിനും കാരണമാവുകയും പിന്നീട് മരണത്തിലേക്ക് നയിക്കുകയും ചെയ്യുന്നു. പ്രധാനമായും മൃതദേഹങ്ങൾ അഴുകാതെ സൂക്ഷിക്കാനും ലബോറട്ടറികളിൽ ജൈവ വസ്തുക്കൾ കേടുകൂടാതെ സൂക്ഷിക്കാനുമാണ് ഇത് ഉപയോഗിക്കുന്നത്. കൂടാതെ അണുനാശിനിയായും വ്യാവസായിക ആവശ്യങ്ങൾക്കുമൊക്കെയും ഉപയോഗിക്കുന്നു. സംഭവത്തിൽ ആശുപത്രി മാനേജ്മെന്റിനെതിരെ യുവാവിന്റെ ബന്ധുക്കൾ രംഗത്തെത്തിയിട്ടുണ്ട്. കുടിവെള്ളം നൽകിയില്ല എന്നും അപകടകരമായ രാസവസ്തുക്കൾ ശ്രദ്ധയില്ലാതെ സൂക്ഷിച്ചുവെന്നും ആരോപിച്ച ഗണേഷിന്റെ ബന്ധുക്കൾ ആശുപത്രിയിൽ പ്രതിഷേധിച്ചു. കൂടാതെ ആശുപത്രിയുടെ അശ്രദ്ധ മൂലമാണ് മകൻ മരിച്ചതെന്ന് കാണിച്ച് പിതാവ് പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. ആശുപത്രി അധികൃതർക്ക് ഗുരുതരമായ അനാസ്ഥ സംഭവിച്ചിട്ടുണ്ടെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ.